ഹലോ കൂട്ടുകാരെ, അപ്പം വീക്കെൻഡൊക്കെ ആയിരിക്കുകയാണ്. 2 മലയാള സിനിമയാണ് ഇപ്പോൾ ഡാലസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് ബേബി ഗേൾ എന്ന് പറയുന്ന മലയാള സിനിമയും, രണ്ടാമത്തെ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമയാണ്. വലതുവശത്തെ കള്ളൻ്റെ ഫസ്റ്റ് ഷോ ഇപ്പോൾ ഡാലസിൽ പകൽ കണ്ടിട്ട് വരികയാണ്. ബേബി ഗേൾ ഇന്നലെ രാത്രിയും കണ്ടു. അപ്പോൾ 2 പടത്തിൻ്റെയും ഒരു അഭിപ്രായമാണ് പറയുന്നത്. പെട്ടെന്നങ്ങ് പറഞ്ഞേക്കാം. 2 സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡക്ഷൻ ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ നിവിൻ പോളിയും ലിജോ മോളൊക്കെ അഭിനയിച്ച ഒരു കൊച്ചു ചിത്രമാണ്. ഒരു ദിവസത്തെ കഥ പറയുന്ന ഒരു മനോഹരമായ കൊച്ചു ചിത്രം. അത് ഷൂട്ടിംഗ് ചെയ്യാൻ 50 ദിവസം എടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ എഫേർട്ട് അല്ലേ, നമ്മളൊരു കൊച്ചു കഥയാണെങ്കിൽ അത് ചെയ്തു തീർക്കാനായിട്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ തിലകൻ്റെ മരുമകനായ പയ്യൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഷമി തിലകൻ്റെ മോൻ. അതുപോലെ തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ പോലും ഒരു ഡീസൻ്റായിട്ട് ചെയ്തു തീർത്ത ഒരു ഫീൽ ഗുഡ് പടമായിട്ടാണ് ഈ ബേബി ഗേളിനെ നമുക്ക് പറയാൻ പറ്റൂ. എല്ലാവർക്കും ആ രീതി എടുക്കണമെന്നില്ല, ചില ആൾക്കാർക്ക് വേറെ അഭിപ്രായം കാണാം. പക്ഷെങ്കിൽ നിങ്ങൾ കുടുംബസമേതം പോയി കാണാൻ പറ്റുന്ന ആദ്യത്തെ ചിത്രം ബേബി ഗേൾ തീർച്ചയായിട്ടും നമ്മുടെ തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം നമ്മളെല്ലാം വെയിറ്റ് ചെയ്ത ജിത്തു ജോസഫ് ഡയറക്ഷൻ ചെയ്യുന്ന പടം. നമ്മളെപ്പോഴും വെയിറ്റിംഗ് ഇരിക്കുകയും എന്നാൽ കുടുംബ പ്രേക്ഷകരെയൊക്കെ ത്രില്ലടിപ്പിക്കുന്ന പടങ്ങളുമാണ് കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നതല്ല, ദൃശ്യം ഉൾപ്പെടെ. ഈ പ്രാവശ്യവും അതുപോലെ തന്നെയാണ്. വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ജോബി ജോർജ് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ ഇറക്കി, അതുപോലെ തന്നെ ഓഗസ്റ്റ് സിനിമാസും കൂടി ചേർന്ന് ചെയ്യുന്ന പടമാണ് വലതുവശത്തെ കള്ളൻ. നമ്മുടെ ജോജുവും ബിജു മേനോനുമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സ്. ഇവർ രണ്ടും വളരെയധികം മനോഹരമായ റോളുകളാണ് ചെയ്തു തീർത്തിരിക്കുന്നത്. ഈ പടത്തിൽ മൊത്തം പറയുകയാണെങ്കിൽ അഭിനയം കൊണ്ട് ആ പടം തിരിച്ചു പിടിച്ചു എന്ന് തന്നെ വേണം പറയാൻ വേണ്ടി. ഏത് രീതിയിലും ചിലപ്പം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, അത് ക്ലീൻ ഇൻവെസ്റ്റിഗേഷൻ അല്ല, അത് വലിയ സസ്പെൻസോ കാര്യങ്ങളോ ഒക്കെ വെച്ചുകൊണ്ട് പോകുന്നൊരു ത്രില്ലറല്ല, ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ ഒന്നുമല്ല, ഡയറക്റ്റായിട്ട് പോകുന്നൊരു ത്രില്ലറാണ്. അപ്പോൾ ആ ത്രില്ലർ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി തരിക എന്നുള്ളത് അത് ഡയറക്ടറിൻ്റെ കഴിവാണ്, റൈറ്ററിൻ്റെ കഴിവാണ്. ഈ പ്രാവശ്യം ജിത്തു ജോസഫ് അല്ല പടം എഴുതിയിരിക്കുന്നത്, പകരം അത് എഴുതിയിരിക്കുന്നത് വേറൊരു റൈറ്ററാണ്. അപ്പം അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇനി എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡീസൻ്റ് ത്രില്ലറായിട്ട് വലതുവശത്തെ കള്ളൻ ഉണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പോയി കാണുക. അപ്പോൾ വീക്കെൻഡൊക്കെ വെറുതെ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ 2 പടവും ട്രൈ ചെയ്യാവുന്നതാണ്. സ്പെഷ്യലായിട്ട് ഫാമിലി ഓഡിയൻസിന് ഇൻവെസ്റ്റിഗേഷനാണ്, ചെറിയ രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഫാമിലി ഓഡിയൻസിന് വളരെ ധൈര്യപൂർവ്വം പോയി കാണാൻ പറ്റുന്നൊരു പടമാണ് 2 പടവും, ബേബി ഗേളും അതുപോലെ തന്നെ വലതുവശത്തെ കള്ളനും. പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ വലതുവശത്തെ കള്ളൻ ഉൾപ്പെടെ ദൃശ്യം 2 മുതലേ നമ്മുടെ ഇതിൻ്റെ മെയിൻ എഡിറ്റർ VS വിനായക് നമ്മുടെ സുഹൃത്താണ്. ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിലെ പടക്കുതിരയുടെ എഡിറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്ത പടങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുമ്പം എഡിറ്റിങ്ങും കാര്യങ്ങളും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ വളരെ മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ക്രെഡിറ്റ് അവർക്കും കിട്ടട്ടെ. അപ്പം മുമ്പോട്ട് ഒരുപാട് പടം അവർക്ക് ചെയ്യാൻ പറ്റട്ടെ. ജിത്തു ജോസഫിൻ്റെ ഇനി അടുത്ത പടം ഏതാണെന്നറിയാമല്ലോ, ദൃശ്യം 3 ആണ്. അതിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് വലിയ മാസപ്പടമൊന്നുമല്ല, സാധാരണ ഒരു പടം തന്നെയാണ്, കുറേ കേട്ടിട്ടുണ്ട് സാർ എന്ന് മാത്രമേ ഞങ്ങൾക്കും പറയാനുള്ളൂ. അപ്പം പൊളിപ്പടം തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 സിനിമ.